ശ്രീ പി സുമോദ്. സർ, രണ്ടാം പിണറായി സർക്കാർ കൂടുതൽ നന്നായി ഫോക്കസ് ചെയ്യുന്നൊരു മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ കാലോചിതമായ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും എല്ലാം ഉണ്ടാക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. സർ, എൻ്റെ ചോദ്യം, ബിരുദതലത്തിലുള്ള കരിക്കുലം പരിഷ്കരണത്തിന് അനുബന്ധമായി പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിൽ പരിഷ്കരണം നടപ്പിലാക്കുമോ? വിശദാംശങ്ങൾ പറയാമോ? ദ്വിമുഖമായ ഒരു സമീപനത്തോടു കൂടിയിട്ടാണ് UG കരിക്കുലം ചരിത്രത്തിൽ ആദ്യമായി സമഗ്രമായ നിലയിൽ തയ്യാറാക്കിയത്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്താൻ ഉതകുന്ന വിധത്തിലും അതേസമയം തന്നെ റീസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഗവേഷണാത്മക പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമുള്ള സംവിധാനം 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ബിരുദതലത്തിൽ നടപ്പാക്കിയ കരിക്കുലം പരിഷ്കരണത്തിൻ്റെ തുടർച്ച എന്ന നിലയിൽ ബിരുദാനന്തര ബിരുദതലത്തിലും കരിക്കുലം പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സജി ഗോപിനാഥ് അധ്യക്ഷനായിട്ടുള്ള കരിക്കുലം പരിഷ്കരണ സമിതി ഒരു കരട് PG കരിക്കുലം തയ്യാറാക്കി സർവകലാശാലകൾക്ക് നൽകിയിട്ടുണ്ട്. നേരത്തെ UG കരിക്കുലം പരിഷ്കരണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സുരേഷ് ദാസ് നേതൃത്വം നൽകുന്ന സമിതിയും അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കരട് കരിക്കുലത്തെക്കുറിച്ച് സർവകലാശാലകളുടെ അഭിപ്രായം ആരായാൻ കൊച്ചി സർവകലാശാലയിൽ വച്ച് ഒരു ശില്പശാലയും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. സർവകലാശാലയുടെ പ്രതിനിധികൾ പങ്കെടുത്ത ആ ശില്പശാലയിൽ ഈ കരിക്കുലത്തിൻ്റെ ഡ്രാഫ്റ്റ് സമഗ്രമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി സർവകലാശാല തലത്തിലും വിശദമായ ചർച്ചകൾക്ക് ശേഷം അത് നടപ്പാക്കും. UGCയുടെ കരിക്കുലം ഫ്രെയിംവർക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഘടനയ്ക്ക് വിരുദ്ധമാകാതെ എന്നാൽ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യം പരിഗണിച്ചുകൊണ്ടും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയും സാമൂഹ്യനീതിയും അടിസ്ഥാനമാക്കിയിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുമായിരിക്കും PG കരിക്കുലം പരിഷ്കരണവും പൂർത്തീകരിക്കുന്നത്. സർ, കൂടുതൽ അക്കാദമിക് നിലവാരം കാണിക്കുന്ന കൂടുതൽ വിഷയങ്ങളും ഉയർന്ന ഗ്രേഡ് മാനദണ്ഡങ്ങളും കൂടുതൽ ആഴത്തിലുള്ള പഠനവും ഉറപ്പുവരുത്തുന്ന ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സംസ്ഥാനത്തെ എല്ലാ ആർട്സ് സയൻസ് കോളേജുകളിലും ലഭ്യമാണോ? വിശദാംശങ്ങൾ പറയാമോ? മിനിസ്റ്റർ. ബിരുദ പഠനത്തിന് ശേഷം ഗവേഷണ മേഖലയിലേക്കും അധ്യാപനത്തിൻ്റെ മേഖലയിലേക്കും കടക്കാൻ തൽപരരായ വിദ്യാർത്ഥികൾക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഒരു വശത്ത് തൊഴിൽ ആഭിമുഖ്യവും സംരംഭകത്വ താൽപ്പര്യവും പ്രോത്സാഹിപ്പിക്കുകയും മറുവശത്ത് സമൂഹത്തിനാവശ്യമായ പുത്തൻ അറിവുകൾ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള ഗവേഷണോന്മുഖ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുമാണ് 4 ഇയർ UG പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നത്. കൂടുതൽ ജിജ്ഞാസുക്കളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണാത്മക പഠനങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് അതിൻ്റെ കരിക്കുലം തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യത്തെ 6 സെമസ്റ്ററുകളിൽ കുറഞ്ഞത് 75% മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് അത്തരം അവസരം ലഭിക്കുക. ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ കൂടെ അവസാന വർഷം ഒരു ഗവേഷണ പ്രൊജക്റ്റ് ചെയ്യേണ്ടതുണ്ട്. UGC മാനദണ്ഡങ്ങൾക്ക് വിധേയമായി റിസർച്ച് ഗൈഡുമാരാകാൻ യോഗ്യതയുള്ള അധ്യാപകരുടെ കൂടെയാണ് ഈ ഗവേഷണ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. ഇതിന് ആവശ്യമായ വിധത്തിൽ നമ്മുടെ സർവകലാശാലകളിലെയും കലാലയങ്ങളിലെയും റിസർച്ച് സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. സ്വാശ്രയ കോളേജുകളിലടക്കം UGC മാനദണ്ഡങ്ങൾക്ക് വിധേയമായി റിസർച്ച് സെൻറ്റർ അനുവദിക്കുന്നതിനും അതുപോലെ അധ്യാപകരെ കൂടുതലായി റിസർച്ച് ഗൈഡുമാരായി തിരഞ്ഞെടുക്കുന്നതിനും ഈ കാലയളവിൽ സാധിക്കുന്നുണ്ട്. നേരത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ മാത്രമായിരുന്നു റിസർച്ച് സെൻറ്ററുകൾ അനുവദിച്ചിരുന്നത്. ഇപ്പോൾ നിലവാരമുള്ള സ്വാശ്രയ കോളേജുകളിലും UGC മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ട് റിസർച്ച് സെൻറ്ററുകൾ അനുവദിക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്ത് 6000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനത്തിൽ ബഹുദൂരം മുന്നിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. മികച്ച സൗകര്യങ്ങളും ആധുനിക ഉപകരണങ്ങൾ സജ്ജീകരിച്ചതുമായിട്ടുള്ള ലാബ് കോംപ്ലക്സുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. കേരള സർവകലാശാലയിലും MG സർവകലാശാലയിലുമുള്ള സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ്
ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പരീക്ഷണശാല കോംപ്ലക്സുകളാണ്. അതുപോലെ കുസാറ്റിൽ 250 കോടി രൂപയാണ് കിഫ്ബിയുടെ ഭാഗമായി ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് വാങ്ങുന്നതിനും ലാബ് സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായിട്ട് നൽകിയിട്ടുള്ളത്. ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾക്കും കൂടുതലായിട്ട് ഫണ്ട് അനുവദിക്കുന്ന സമീപനമാണ് ബജറ്റിൽ സ്വീകരിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ റിസർച്ച് സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ഫോർ റിസർച്ച് സപ്പോർട്ട് നെറ്റ്വർക്ക് എന്ന നിലയിലും ഒരു മികവിൻ്റെ കേന്ദ്രം ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ കലാലയങ്ങളിലെയും സർവകലാശാലകളിലെയും ഗവേഷണാത്മക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് സഭയുടെ മുമ്പാകെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.